നമസ്കാരം. BBC വർത്തമാനം പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആരോഗ്യ കായിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് സുംബ ഡാൻസ് സ്കൂൾ കുട്ടികൾ പഠിക്കുന്നത്. ആരോഗ്യപരമായി നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും കായിക പ്രവർത്തനങ്ങൾ നടത്തണമെന്നത് ആവശ്യമാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ സ്കൂൾ തലത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ശാരീരികമായ കളികളിലും മറ്റു വിനോദങ്ങളിലും ഏർപ്പെടുന്നതിന് സമയം ലഭിക്കുന്നില്ല. ഏതെങ്കിലും യാത്രാമാർഗങ്ങളിൽ സ്കൂളിൽ രാവിലെ എത്തുന്ന കുട്ടി പഠനത്തിൻ്റെ തിരക്കിലേക്ക് മാറുന്നു. സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കുറഞ്ഞതിനാൽ അവന് കളികളിലും മറ്റും ഏർപ്പെടുന്നതിന് സമയം ലഭിക്കുന്നില്ല. പല അവസരങ്ങളിലും ചില സ്കൂൾ അധികൃതരും മാതാപിതാക്കളും കുട്ടികൾ കളികളിൽ ഏർപ്പെടുന്നതും മറ്റും ഇഷ്ടപ്പെടുന്നുമില്ല. പഠനത്തെ ബാധിക്കും എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. ഈ സാഹചര്യത്തിൽ സ്കൂൾ കായിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് വർത്തമാനത്തിൽ സംസാരിക്കുന്നത് ശ്രീ KV ദേവസിയാണ്. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ റിട്ടയേർഡ് കായിക അധ്യാപകനാണ്. 2012 ദേശീയ അധ്യാപക അവാർഡ്, 2008 TPFP കേരളത്തിലെ മികച്ച കോർഡിനേറ്റർ അവാർഡ്, ദേശീയ കിരീടം നേടിയ കേരള ടീമിന്റെ പരിശീലകനായി 3 പ്രാവശ്യം പ്രവർത്തിച്ചു. കേരള സ്കൂൾ സ്പോർട്സിനായി രൂപം നൽകിയ സോഫ്റ്റ്വെയറിന്റെ റിസോഴ്സ് പേഴ്സണായും പ്രവർത്തിച്ചു. കോട്ടയം ജില്ലാ അമച്വർ അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നു. 15 വർഷം തുടർച്ചയായി കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലാ സ്പോർട്സ് ഓർഗനൈസിംഗ് സെക്രട്ടറി, 3 തവണ കോട്ടയം റവന്യൂ ജില്ലാ സെക്രട്ടറി, TPFP കോട്ടയം ജില്ലാ ചീഫ് കോർഡിനേറ്റർ, സ്കൂൾ കോളേജ് പഠനകാലത്ത് വോളിബോൾ താരവും അത്ലറ്റും. ഇപ്പോൾ കരിമണ്ണൂരടുത്ത് പന്നൂരിലാണ് താമസം. ദേവസ്യ സാറിന് വർത്തമാനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാറേ, ഇപ്പോൾ സുംബ ഡാൻസ് ഒരു വിവാദമായിരിക്കുകയാണല്ലോ, അതേക്കുറിച്ച് ഒന്ന് പറയാമോ? സുംബ ഡാൻസ് സ്കൂളുകളിൽ കുട്ടികൾ മാസ്സായിട്ട് ചെയ്യുന്ന ഒരു എക്സർസൈസ് പ്രോഗ്രാം. പൊതുവായി നാം കാണുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നല്ലതാണ്. കാരണം ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഋതത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഒന്നിച്ച് അവർ ഒരു കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് ഈ കായിക പ്രവർത്തനം ആവശ്യമാണ്. പക്ഷേ ഇവിടെ വരുന്ന ഒരു കുഴപ്പം, ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് പഠിപ്പിക്കുകയും അതിനുശേഷം ഇത് ഒന്നിച്ച് ദിവസവും സ്കൂളിൽ ചെയ്യുക എന്നുള്ളതും പ്രായോഗികമല്ല പല സ്കൂളിൻ്റെയും അവസ്ഥയിൽ. അതിനു വേണ്ടിയത് ശരിയായ രീതിയിലുള്ളൊരു കായിക വിദ്യാഭ്യാസ രീതി സ്കൂളുകളിൽ നടപ്പാക്കുക എന്നുള്ളതാണ്. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കായിക അധ്യാപകരെ നിയമിച്ചു എല്ലാ സ്കൂളുകളിലും, കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കായിക മേഖലയ്ക്ക് അങ്ങനെ ഒരു ഉണർവ് ഉണ്ടാകുകയാണ് വേണ്ടിയത്. ഈ കായിക അധ്യാപകരുടെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കുട്ടികളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകരുടെ തസ്തികകൾ തന്നെ ഇല്ലാതായ, അതും ഈ കായിക അധ്യാപകർ വേണ്ടത്ര ഇല്ലാത്തതിനൊരു കാരണമായിട്ടില്ലേ? തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു 65 വർഷം മുമ്പുള്ള KER ആണ് ഇവിടെ നിയമനത്തിന് പിന്തുടരുന്നത്. അത് UP സ്കൂളുകളിൽ 500 കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കായിക അധ്യാപകനുള്ളൂ. 401 കുട്ടി അതിനകത്തുനിന്ന് കുറഞ്ഞാൽ അധ്യാപകന്റെ തസ്തിക നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ ഹൈസ്കൂളിൽ 8, 9 ക്ലാസ്സുകളിൽ 5 ഡിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കായികാധ്യാപകനുള്ളൂ. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ പോലും കായികാധ്യാപകനെ നിയമിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്ഥലം, പ്രീ ഡിഗ്രി മാറ്റിയതോടുകൂടി ഹയർ സെക്കൻഡറി തലം നമ്മുടെ സ്കൂളുകളിലേക്ക് വന്നപ്പോൾ ഹയർ സെക്കൻഡറി സ്ഥലത്തിൽ ഈ കായികാധ്യാപകനുമില്ല, കായികപരമായ ഒരു പ്രവർത്തനങ്ങളുമില്ല. അതുപോലെ തന്നെ LP സ്കൂളുകളിൽ. അപ്പം ഇതിനാണൊരു മാറ്റം വരുത്തിയത്. ആവശ്യമായ ഭേദഗതി KER-ൽ വരുത്തിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും കായിക പരിശീലനം ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് സർക്കാർ ഒരുക്കേണ്ടത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ലഹരിയുടെ ഒരു വാർത്തകളാണ് എന്നും കേൾക്കാനുള്ളത്. പക്ഷെ പണ്ട് ഇത്രയും ഇല്ലായിരുന്നു. ഈ സ്കൂളുകളിൽ നിന്നും ഈ കായിക പരിശീലനം കുറഞ്ഞത് അതിനൊരു കാരണമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാനൊക്കെയോ റിട്ടയർ ചെയ്തിട്ട് 12 വർഷമായി. അത്രയും 10-30 വർഷം ഈ സ്കൂളുകളിൽ വർക്ക് ചെയ്തതിൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളിലെ ഏറ്റവും മിടുക്കന്മാരായ ഇച്ചിരി ഇതായിട്ടുള്ള കുട്ടികളെല്ലാം ഏതെങ്കിലും രീതിയിലുള്ള കായിക പ്രവർത്തനങ്ങളിൽ അവരേർപ്പെടും. ഞങ്ങൾ പ്രത്യേകിച്ച് 4 മണി കഴിയും ഒക്കെ കുട്ടികൾ ഈ കായിക മേഖലയിലേക്ക് വരുമ്പോൾ അവൻ്റെ ആ ഒരു ഊർജം ചിലവാക്കപ്പെടുന്നതിനുള്ള ഒരു സമയം ഇത് വരുന്നുണ്ട്. അതിനുള്ള അംഗീകാരവും അവന് കിട്ടുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു അപജയങ്ങളിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ലായിരുന്നു. പക്ഷെ ഇത് ഈ കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടവർ ചൂണ്ടിക്കാണിക്കാത്തതല്ലേ ഇതിനൊരു മാറ്റം വരാത്തത്? തീർച്ചയായിട്ടും
അതാണ് ഞാൻ അതിനകത്ത് പ്രത്യേകമായിട്ട് പറയേണ്ടത് കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഉയർത്തി കാണിക്കുകയും ഇതാണ് നമ്മളുടെ കുട്ടികൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഈ സ്കൂളുകളിൽ 4 മണി വിട്ട് കഴിഞ്ഞാൽ അവൻ ഏതൊക്കെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ആർക്കും നോക്കുന്നില്ല. അപ്പോൾ അവർക്ക് അവിടെ കളിക്കാനോ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ നടത്താനോ ഉള്ളൊരു സാഹചര്യം നിലനിർത്തി അതിന് പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും അതിനുള്ള ഈ തീരുമാനമെടുക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാലഘട്ടം കഴിഞ്ഞതോടുകൂടി ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ പ്രശ്നം ഉണ്ടായി. ഉം. അൺഎയ്ഡഡ് മേഖലകളിൽ ഇങ്ങനെ കുട്ടികൾ അങ്ങോട്ട് പോകുന്നു. ഉവ്വ. പക്ഷെ അവിടെ ആ. ഈ സ്പോർട്സ് എന്ന് പറയുന്നത് പേരിന് ആ. ഒരു ഇതാണ്, അവർ പഠനത്തിലാണ്. അതെ, അപ്പം അതും ഒരു കാരണമായിട്ടില്ലേ? ഒരു പരിധിവരെ ശരിയാണ്. കാരണം പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കും ഈ ഇതുപോലെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ കുറവായിരിക്കും. കാരണം ഗ്രൗണ്ട് അതുപോലെയുള്ള സൗകര്യങ്ങൾ കുറവാണ്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ കായിക അധ്യാപകനെ നിയമിക്കുക എന്നുള്ളതും അവർ വളരെ കുറച്ച്, അങ്ങനെ നിയമിക്കപ്പെട്ടാൽ തന്നെ വളരെ തുച്ഛമായ ഏതെങ്കിലും ഒരു വേതനത്തിലായിരിക്കും അവനെ നിയമിക്കുന്നത്. അതും ഈ ഒരു മേഖലയ്ക്കൊരു വലിയ പ്രശ്നമാണ്. ഈ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന് സ്കൂൾ തലത്തിൽ നടത്താവുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം. ആരോഗ്യ കായിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ ഒന്നാമത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഒരു കായിക അധ്യാപകൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ്റെ കോച്ചല്ല. ഒരു അത്ലറ്റിക്സിൻ്റെയോ വോളിബോളിൻ്റെയോ ഒരു കോച്ചല്ല. അവൻ്റെ കയ്യിൽ വരുന്ന ആ സ്കൂളിൽ എത്ര കുട്ടികളുണ്ടോ അവർക്ക് എല്ലാവർക്കും ഒരു മിനിമം ഒരു കായികപരമായ ഒരു എക്സർസൈസൊക്കെ കിട്ടുന്നതിനുള്ള നടപടികൾ ചെയ്യേണ്ടതാണ്. പഴയ കാലങ്ങളിൽ അതാണ് ചെയ്യുന്നത്. നമ്മൾ അസംബ്ലി, ഇപ്പോൾ ഈ സൂംബ ഡാൻസ് പറഞ്ഞതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ സ്കൂൾ അസംബ്ലിയിൽ രാവിലെ തന്നെ ഒരു 15 മിനിറ്റ് നേരം മാസ്റ്ററിലുണ്ട്. അപ്പോൾ അത് രാവിലെ ആ കുട്ടികൾക്കൊരു വലിയ ഒരു ഉത്തേജനമാണത്. അപ്പം അത്തരത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു മിനിമം കായികപരമായി ഉണർവ് കിട്ടാവുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കായിക അധ്യാപകരുടെ നിയമനത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയാം. കായികാധ്യാപനത്തിന്റെ നിയമനത്തിന്റെ കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കേരളത്തിൽ ഏതാണ്ട് ഉള്ള സ്കൂളുകളിൽ 25% പോലും ഇന്ന് കായികാധ്യാപകരില്ല. അത് ഈ നിലവിലുള്ള KER വെളിച്ചത്തിലാണ്. ഈ 500 കുട്ടികളുണ്ടെങ്കിലേ UP നിയമിക്കുകയുള്ളൂ. 8-9 കൂടെ 5 ഡിവിഷൻ ഉണ്ടെങ്കിലേ ഹൈസ്കൂളിൽ നിയമിക്കുകയുള്ളൂ. പക്ഷെ ഇവർക്കെല്ലാം കൊടുക്കുന്ന വേതനം എന്ന് പറയുന്നത് ഈ പ്രൈമറി ടീച്ചേഴ്സിന്റെ വേതനമാണ്. ഇന്നിപ്പോൾ ഈ മേഖലയിലേക്ക് ഒത്തിരി ആളുകൾ കടന്നു വരുന്നുണ്ട്. പക്ഷെ അവർക്ക് മതിയായ ജോലി സൗകര്യം ലഭിക്കുന്നില്ല. മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും ഒക്കെ നേടിയ കായിക വിദ്യാഭ്യാസത്തിൽ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും ഒക്കെ നേടിയ കുട്ടികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും അവർക്കുള്ള ജോലി സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കായിക താരങ്ങളുടെ പരിശീലനത്തെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്ന് പറയാം. പരിശീലനം എങ്ങനെ നടത്തണം, അതിനെ പറ്റി ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിൽ? തീർച്ചയായിട്ടും കേരളത്തില് അറിയപ്പെടുന്ന കായിക താരങ്ങൾ മുഴുവൻ ഏതെങ്കിലും ഒരു കായിക അധ്യാപകന്റെ കയ്യിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ തുടക്കക്കാരനെ കണ്ടുപിടിക്കാൻ ഒരു ഏജൻസി ഇല്ല. സ്പോർട്സ് കൗൺസിൽ ആണെങ്കിലും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെങ്കിലും തുടക്കക്കാരനെ കണ്ടുപിടിക്കുന്നില്ല. തുടക്കക്കാരനെ കണ്ടുപിടിക്കുന്നത് സ്കൂളിലെ കായികാധ്യാപകരാണ്. അവർ പ്രാഥമികമായി അവരുടെ പരിശീലനം കൊടുത്തതിന് ശേഷമാണ് അവർ അടുത്ത തലത്തിലേക്ക് പോകുന്നത്. സ്കൂളുകളിൽ സാധാരണ ചെയ്യുന്നത് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 45 മിനിറ്റിൻ്റെ പീരീഡേ കിട്ടുന്നുള്ളൂ. ആ സമയത്ത് ഇവന് മതിയായ പരിശീലനം കൊടുക്കാൻ സാധിക്കുകയില്ല. അതിനുശേഷം 4 മണിക്ക് ശേഷമായിരിക്കും ഇപ്പോൾ നമ്മൾ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരിൽ ഈ കായിക ഇതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവരെ വിവിധ ഇതിലേക്ക് പരിശീലിപ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മുൻകാലങ്ങളിലൊക്കെ ഈ സ്കൂളിലെ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ കായികാധ്യാപകന് നിർണായകമായ റോൾ ഉണ്ടാകുന്നത്, ആ കാര്യത്തെക്കുറിച്ച്? തീർച്ചയായിട്ടും. കാരണം ഒരു സ്കൂളിൽ 1000 കുട്ടികളുണ്ടെങ്കിൽ ഈ 1000 കുട്ടികളെയും അറിയും, 1000 കുട്ടികൾക്കും പരിചയമുള്ളത് ഈ കായികാധ്യാപകനാണ്. കാരണം അവൻ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ കായികാധ്യാപകനാണ്. അപ്പോൾ ആ കായികാധ്യാപകൻ ആ പൊതു ഡിസിപ്ലിന് കുട്ടികളെ പൊതുവായി കൈകാര്യം ചെയ്ത് പൊതുവായി സ്കൂളിൻ്റെ അച്ചടക്കം നിലനിർത്തുന്നതിന് കായികാധ്യാപകന് വലിയൊരു റോളുണ്ട്. അത് മുൻകാലങ്ങളിലെല്ലാം ആ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അല്ല, മുൻകാലങ്ങളിൽ മിക്കവാറും കായികാധ്യാപകനായിരുന്നു ഹെഡ് മാസ്റ്ററെക്കാളും അച്ചടക്കത്തിന്റെ കാര്യത്തിൽ കുട്ടികൾക്ക്
ഭയമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഹെഡ് മാസ്റ്ററോടൊപ്പം തന്നെ ആ കാര്യങ്ങൾക്ക് പൂർണ്ണമായി സഹകരിച്ച ഒരു ഇന്നിപ്പോ രീതിയായിരുന്നു കായിക കായികാധ്യാപനം. അധ്യാപനം സൈഡ് ഔട്ട് ചെയ്ത രീതിയല്ലേ? തീർച്ചയായിട്ടും അതാണ് കായികാധ്യാപകനെ, അതാണിപ്പോൾ ഓരോ ഇത് മേഖലകൾ വന്നു കഴിയുമ്പോഴും കായികാധ്യാപകന്റെ രീതിയിൽ പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് വരുന്നത്. അതിനൊരു മാറ്റം വന്നുകൊണ്ട് കേരളത്തിലെ സ്കൂളുകളിൽ നിർബന്ധമായ ഒരു കായിക അതായത് ആരോഗ്യ കായിക വിദ്യാഭ്യാസം ഇന്ന് പാഠ്യപദ്ധതി ആക്കിയിട്ടുണ്ട്. പാഠ്യപുസ്തകം ഉണ്ടെങ്കിൽ പോലും അത് പഠിപ്പിക്കുന്നതിനുള്ള കായികാധ്യാപകരില്ല. അപ്പം നിർബന്ധമായി മിനിമം കുട്ടിക്ക് കിട്ടേണ്ട ഒരു ആരോഗ്യ കായിക പരിശീലനം കിട്ടുന്നതിനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ ചെറുപ്പത്തിൽ, അതായത് LP UP കാലങ്ങളിലെ ഈ കായിക വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒന്നും വരുന്ന മാറ്റങ്ങൾ എന്ന് പറയാം. ഒരു കുട്ടിയുടെ വികാസം എന്ന് പറയുന്നത് അവൻ്റെ സർവോത്മകമായ വികാസം വരേണ്ടിയത് അവൻ്റെ എല്ലാ രീതിയിലും, അതായത് ഭൗതിക വികാസം മാത്രമല്ല, ശാരീരികവും മാനസികവുമായ മുഴുവൻ വികാസങ്ങളും ഈ കുട്ടിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അത് ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിലൂടെ നടക്കുകയുള്ളൂ. അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള കളികളിൽ ഏർപ്പെടുത്തുകയും സമൂഹവുമായി ബന്ധപ്പെടാനും കുട്ടികൾ തമ്മിലുള്ള ഇൻട്രഡാക്ഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഏത് രീതിയിൽ അവരുടെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊരു കുട്ടി പരിശീലിക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ആണെങ്കിലും VHSCയിലാണെങ്കിലും ഒരു മാറ്റം വേണ്ടേ? തീർച്ചയായിട്ടും അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രീ ഡിഗ്രി മാറിയതോടുകൂടി, പ്രീ ഡിഗ്രി കോളേജുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നതോടുകൂടി നമ്മുടെ സീനിയർ തലത്തിൽ വരുന്ന കുട്ടികളെല്ലാം, അതായത് മത്സര രംഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഈ കുട്ടികളെല്ലാം തന്നെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. പക്ഷേ അവരെ പരിശീലിപ്പിക്കുന്നതിനോ അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്നതിനോ ഈ കേരളത്തിൽ ഒരു സംവിധാനമില്ല. അതിൻ്റെ ഒരു ബാക്കി എന്നുള്ള നിലയിൽ നമുക്കിപ്പോൾ കാണുന്നത് ദേശീയ തലത്തിലെ നിലവാരത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് പോയിട്ടുണ്ട്. ഇപ്പം പടിപടിയായി നമ്മൾ താഴോട്ട് പോവുക. ഒരു കാലത്ത് അത്ലറ്റിക്സിലെ ഇന്ത്യയിലെ ഏറ്റവും മുന്നിട്ട് നിന്ന സംസ്ഥാനം ഇന്ന് പുറകോട്ട് പോവുക. അപ്പം അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു കാര്യം ഈ പ്രായഘട്ടത്തിൽ, ഏറ്റവും അവൻ്റെ ആ ഒരു കൃത്യമായ ഒരു പ്രായഘട്ടത്തിൽ അവന് കായിക പരിശീലനം കൊടുക്കുന്നതിനോ അവനെ നിയന്ത്രിക്കുന്നതിനോ ഒരു സംവിധാനമില്ലാത്തതാണ്. അതിന് മാറ്റം ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ കായിക താരങ്ങളുടെ പരിശീലനം സംസ്ഥാന ദേശീയ തലങ്ങളിലുള്ള നേട്ടങ്ങൾക്കൊരു കാരണമാകുന്നുള്ളൂ. അതേക്കുറിച്ച് ഒന്ന് പറയാം. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ, കേരളത്തിൻ്റെ കായിക ചരിത്രത്തിൽ വളർന്നു വരുന്ന കായിക താരങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ തലത്തിൽ നിന്നാണ്. അപ്പോൾ അവരുടെ പുറകോട്ട് അവർക്ക് മതിയായ, ഇപ്പം നമുക്ക് കേരളത്തിലെ കായിക രംഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും 1-2 അക്കാഡമികൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ മാത്രമേ ശരിക്കുള്ള കായിക താരങ്ങൾ വരുന്നുള്ളൂ, ദേശീയ തലത്തിലേക്ക് അവർ വരുന്നുള്ളൂ. അതല്ല നമുക്ക് വരേണ്ടത്. പഴയ കാലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, എല്ലാ പ്രദേശത്തു നിന്നും കുട്ടികൾ അവരുടേതായ രീതിയിൽ ദേശീയ തലത്തിലേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിക്കാൻ കായികാധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റം വന്നെങ്കിൽ മാത്രമേ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനും നല്ലൊരു കായിക സംസ്കാരം വളർത്തി നല്ലൊരു കായിക നിരയെ വളർത്തി കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായാലും മാറ്റങ്ങൾ വേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം കായിക ഇനങ്ങൾ ഇന്ന് ഒത്തിരി കായിക ഇനങ്ങൾ മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒത്തിരിയേറെ കായിക ഇനങ്ങൾ, പഴയ കാലങ്ങളിൽ നിന്നും ഒത്തിരിയേറെ കായിക ഇനങ്ങൾ. പക്ഷെ അതിന് മതിയായ പരിശീലനം ലഭിച്ചവർ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനൊന്നുമില്ല. അപ്പോൾ പിന്നെ പുതിയ പുതിയ കായിക ഇനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് കൃത്യമായ പരിശീലനം ലഭിച്ച പരിശീലകരാണ് വേണ്ടിയത്. അതിനുള്ളതാണ് കായികാധ്യാപകർക്ക് ഇടയ്ക്കിടയ്ക്ക് അതിനുള്ള ഇൻ സർവീസ് കോഴ്സിൽ അവർക്ക് പരിശീലനം കൊടുക്കുകയും ഇങ്ങനെ കുട്ടികളെ വളർത്തിയിരിക്കുകയാണ് വേണ്ടിയത്. ഇപ്പോൾ ഈ പഠനത്തോടൊപ്പം ഈ കായിക രംഗത്ത് നേട്ടം കൊയ്യുന്ന ആളുകൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടാകും. സംസ്ഥാന ദേശീയ തലങ്ങളിൽ ഗ്രേസ് മാർക്കുണ്ട്. അതിലിപ്പോൾ പല കുറവുകളും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് പഴയ കാലങ്ങളിൽ ഒരു അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവന് 20% മാർക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ 1ാം സ്ഥാനം വരുന്നവർക്ക് 15%. SSLCയുടെ കാര്യം നമ്മൾ 2ാം സ്ഥാനം വരുന്നവർക്ക് 13%, 3ാം സ്ഥാനം വരുന്നവർക്ക് 11%, ദേശീയ തലത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് 10% ഗ്രേസ് മാർക്ക് ലഭിക്കുമായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ആണെങ്കിലും 5 മുതൽ 10% വരെ 1ാം സ്ഥാനക്കാർക്കും 5% കൃത്യമായി 2ാം സ്ഥാനക്കാർക്കും 3% 3ാം സ്ഥാനക്കാർക്കും സംസ്ഥാന തലത്തിലും ലഭിക്കുമായിരുന്നു. പക്ഷെ അതിനെല്ലാം മാറ്റം വന്നു. കാരണം പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ ശതമാനം ഗ്രേസ് മാർക്കിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ കുട്ടികളുടെ എല്ലാം
ശ്രദ്ധയിൽ. കാരണം അവർക്ക് ഇത് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് എന്തിനാ? ഇവൻ പഠിക്കുന്ന സമയത്ത് അവൻ്റെ പഠന സമയം കഴിഞ്ഞ് അവൻ ഈ പ്രാക്ടീസിന് പോയി ദേശീയ മത്സരങ്ങളിലും അന്തർദേശീയ മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിക്കുന്നതിനുള്ളൊരു ഇതായിട്ടാണ് കൊടുക്കുന്നത്. അത് കൊടുക്കാതെ വന്നതോടുകൂടി ഈ മേഖലയ്ക്ക് വലിയൊരു അപജയമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ +1 അഡ്മിഷന് ഈ പറഞ്ഞ സ്പോർട്സ് കൗൺസിൽ വഴി അപേക്ഷ കൊടുത്ത് അഡ്മിഷൻ കൊടുക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ സ്പോർട്സ് രംഗത്ത് നമ്മൾ പുറകോട്ട് ഒത്തിരി പരിശീലന രംഗത്ത് എല്ലാം പോയെങ്കിൽ പോലും ഈ പല സ്പോർട്സ് കൗൺസിലുകളുടെയും ശുപാർശകളിൽ ഈ പറഞ്ഞ ഒരു കൃത്രിമത്വം ഉണ്ടായതായ ഒരു ഇടക്കാലത്ത് വാർത്ത വന്നതാണ്. അതായത് വേണ്ടപ്പെട്ടവർക്ക് ഇതുപോലുള്ള ഒരു സർട്ടിഫിക്കറ്റും കൊടുത്ത് +1 അഡ്മിഷൻ, അതും ഈ രംഗത്ത് ഒരു അപജയത്തിന് കാരണമായിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയുള്ള പല പരാതികളിലും പല മേഖലകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം കുട്ടിക്ക് കൃത്യമായി അവൻ അതിൽ അർഹതപ്പെട്ടവനാണെങ്കിൽ ആ അർഹതയ്ക്കുള്ള അനുസരിച്ചുള്ള അവന് അഡ്മിഷനും അവൻ്റെ തുടർ പഠനവും ഒക്കെ കിട്ടേണ്ടതുണ്ട്. പിന്നെ വേറൊരു വലിയൊരു കാര്യമുള്ളത്, ഈ സ്പോർട്സ് കൗൺസിൽ മുഖേന ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പഠിച്ചു വന്ന ഒരു കായിക ഇനം ഇല്ലാത്തവരത്തേക്കായിരിക്കും പോകുന്നത്. അതൊരു വലിയ പ്രശ്നമുണ്ട്. വോളിബോളിൽ ദേശീയ തലത്തിൽ വന്നൊരു കുട്ടി അടുത്ത തലത്തിലേക്ക് അവന് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതൊന്നുമില്ലാത്തൊരു സ്കൂളിലായിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ പോകുന്നത്. ഇതെല്ലാം ഒരു കൃത്യത വരുത്താൻ കൗൺസിൽ തയ്യാറാകണം. അങ്ങനെ വേണം ഇതിൻ്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ ഈ പരിശീലനം കൊടുക്കുന്ന കായിക അധ്യാപകരുടെ വേതനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒത്തിരി പ്രശ്നങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒത്തിരിയേറെ പുതിയ കായിക അധ്യാപകർ അവർ സാധാരണ നമുക്കിവിടെ വരണമെങ്കിൽ ഡിഗ്രിയും BPEഡും MBEഡും ഒക്കെ കഴിഞ്ഞവരാണ് കടന്നു വരുന്നത്. ഇന്നിപ്പം ഡോക്ടറേറ്റ് വരെ കഴിഞ്ഞവർ ഈ മേഖലയ്ക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഈ പ്രൈമറി അധ്യാപകന്റെ ശമ്പളമാണ് ഇന്നും നൽകുന്നത്. അപ്പോൾ അതിന് മാറ്റം വരുത്തണം. കാരണം അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർ ചെയ്യുന്ന ആ പ്രവർത്തിക്കനുസരിച്ച് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നവനാണെങ്കിൽ ഹൈസ്കൂൾ ശമ്പളം ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വേണം വരുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സ്പോർട്സ് കൗൺസിൽ, അതുപോലെയുള്ള ഈ സ്പോർട്സിലുള്ള അവരുടെ ഒരു സമീപനം, അതേക്കുറിച്ചൊന്ന് പറയാം. അതിനകത്തും പല അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ. ഇപ്പം അത് നമ്മുടെ ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ, അതായത് സ്കൂൾ തലത്തിൽ കായികം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇതിലാണ്. നമുക്കിവിടെ സ്പോർട്സ് വകുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു മന്ത്രിയുടെ കീഴിലുള്ള മറ്റൊരു വകുപ്പാണ്. അതിൻ്റെ കീഴിലാണ് സ്പോർട്സ് കൗൺസിലും വരുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് ഈ മത്സരങ്ങൾ നടത്തുമ്പോൾ പോലും ഒരു കലണ്ടർ ഉണ്ടായി ഒന്നിച്ച്. ഇപ്പോൾ അമച്ചർ അത്ലറ്റിക് അസോസിയേഷൻ്റെ മത്സരങ്ങൾ നടക്കുന്നു, സ്കൂൾ തല മത്സരങ്ങൾ നടക്കുന്നു. ഇത് പലപ്പോഴും ക്ലാഷ് വരുന്ന രീതിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു ഏകോപനം ഉണ്ടാകണം. ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും ഈ സ്പോർട്സ് വകുപ്പിൻ്റെയും കൗൺസിലിൻ്റെയും ഒക്കെ ഒരു ഏകോപനം ഉണ്ടായി വളരെ മുമ്പേ തന്നെ ഇതിന് ചാർട്ട് ചെയ്ത് വേണം ദേശീയ മത്സരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇവിടെ കുട്ടിക്ക് കൃത്യമായ രീതിയിൽ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. അല്ല, ഈ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പും സ്പോർട്സും ഈ വകുപ്പുകളെല്ലാം ഒരു കേവലം ഒരു ചടങ്ങ് എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ മത്സരങ്ങൾ നടക്കുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? പണ്ടത്തെ ഇപ്പോൾ ഇതിന് വലിയ താല്പര്യമുള്ള, ഇതൊരു വർഷാവർഷം നടക്കുന്ന ഒരു റുട്ടീൻ പ്രോഗ്രാം പോലെ, എന്നാൽ ഇതിനൊരു വളർച്ചയോ കൂടുതൽ മികച്ച താരങ്ങളെ കണ്ടെത്തുന്നതിനുള്ള ഒരു മാറ്റങ്ങളോ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നില്ലേ? ഒരു പരിധി വരെ അതിനകത്ത് കാര്യമുണ്ട്. കാരണം നമ്മൾ വിദ്യാഭ്യാസ ജില്ലാതല മത്സരങ്ങൾ മാറ്റി സബ് ജില്ലാതല മത്സരങ്ങളിലേക്ക് വന്നു. 200 മീറ്റർ ട്രാക്ക് പോയിട്ട് 150 മീറ്റർ വട്ടത്തിൽ വരയ്ക്കാവുന്ന ട്രാക്ക് ഇടാവുന്ന സ്ഥലങ്ങളില്ലാത്തടത്ത് പോലും ഈ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് അവിടെ നിന്ന് മത്സരിച്ച് വരുന്ന കുട്ടി വേണം പിന്നെ ദേശീയ മത്സരത്തിലേക്കോ സംസ്ഥാന മത്സരത്തിലേക്ക് വരാൻ. അപ്പോൾ അവൻ്റെ മതിയായ സ്പോർട്സ് ഉപകരണങ്ങളും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തണം. കാരണം മതിയായ കളിസ്ഥലങ്ങളും മതിയായ രീതിയിലുള്ള ഉപകരണങ്ങളും നൽകി കുട്ടിയെ നല്ല രീതിയിൽ മത്സരത്തിൽ പങ്കെടുപ്പിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായിട്ടും അതിനകത്ത് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ടോട്ടൽ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോഗ്രാം നടപ്പാക്കിയതും അതുകൊണ്ടുണ്ടായ മാറ്റങ്ങളെന്ന് പറയാം. 2008 ടോട്ടൽ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറയുന്ന TPFP എന്ന് പറയുന്ന പ്രോഗ്രാം സ്കൂളുകളിൽ ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, സ്പോർട്സ് കൗൺസിൽ ഇവരുടെ സമന്വയിച്ചോടുകൂടി ഒന്നിച്ച് നടപ്പാക്കിയത്. ഞാനന്ന് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോട്ടയം ജില്ലയുടെ അതിൻ്റെ ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു. സംസ്ഥാനത്തുള്ള മുഴുവൻ കുട്ടികളെയും ഒരു പ്രത്യേകമായ ഒരു മത്സര ഇനങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കായികക്ഷമത അളക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്.
അതൊരു ഇന്റർനാഷണൽ മാനദണ്ഡം അനുസരിച്ച് തന്നെയാണ് ചെയ്തത്. അപ്പം അന്നത്തെ അത് നടപ്പാക്കപ്പെടുന്നതിന് അന്ന് കായികാധ്യാപകരുടെ ഒരു കുറവ് വലിയ പ്രശ്നമായിരുന്നു. എങ്കിൽ പോലും അത് നടപ്പാക്കി ഞങ്ങളൊക്കെ കോട്ടയം ജില്ലയിൽ 100% സ്കൂളുകളിൽ നടപ്പാക്കിയത്. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയത് 20% കുട്ടികൾക്ക് സംസ്ഥാനത്ത് മതിയായ കായികക്ഷമതയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അന്നത് നടപ്പാക്കി കഴിഞ്ഞ് അതിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ കായികക്ഷമത കുറയുന്ന കുട്ടികൾക്ക് അവർക്ക് മതിയായ കായികക്ഷമതയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുമെന്നായിരുന്നു. നിർഭാഗ്യവശാൽ അത് 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഈ പദ്ധതി നിർത്തിക്കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു തുടർ പരിപാടി ഉണ്ടായില്ല. ഇത് നിയമസഭയിൽ പോലും ഈ ഒരു ലിസ്റ്റ്, അതായത് 20%, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളെക്കാൾ കൂടുതൽ നഗരപ്രദേശങ്ങളിലുള്ള കുട്ടികളിൽ ഈ കായികക്ഷമതയുടെ കുറവ് കണ്ടെത്തിയത്. അതിൻ്റെ ഒബിസിറ്റിയൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ കാണുന്നു ഈ ടൈപ്പ് 2 പ്രമേഹമൊക്കെ കുഞ്ഞു കുട്ടികളിൽ വരെ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം ഇവരുടെ ഈ കായികക്ഷമതയുടെ കുറവാണെന്നുള്ളത് അന്ന് കണ്ടുപിടിച്ചതാണ്. പക്ഷെ അതിനൊരു തുടർ പ്രോഗ്രാം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവരികയും അത് പെട്ടെന്ന് തന്നെ വേറെ രീതിയിലേക്ക് മാറ്റപ്പെടുത്തുകയും ചെയ്ത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഒളിമ്പ്യ പ്രോഗ്രാം, അതേക്കുറിച്ചൊന്നും പറയാം. ഓപ്പറേഷൻ ഒളിമ്പ്യ 1991 ഓപ്പറേഷൻ ഒളിമ്പ്യ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത്. വളരെ നല്ല രീതിയിൽ അന്നത്തെ ഗവൺമെൻറ് അതൊരു ഇതായിട്ട് കൊണ്ടുവന്നതാണ്. കാരണം ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂളിനെ തിരഞ്ഞെടുത്ത് അതിനോട് ചുറ്റുമുള്ള ഈ UP സ്കൂളുകളിൽ നിന്നും 100 കുട്ടികളെ വിവിധ ഡിസിപ്ലിനുകളിൽ തിരഞ്ഞെടുത്ത് ഒരു സെൻറ്ററിൽ കൊണ്ടുകയും ആ കുട്ടികളെ ആ സ്കൂളിൽ ചേർക്കണ്ട, ആ സെൻറ്ററിൽ കൊണ്ടുവന്ന് അവർക്കൊരു പരിശീലനം, ആ പരിശീലന സമയത്ത് അവർക്ക് ചെറിയ രീതിയിലുള്ള പോഷകാഹാരം അടങ്ങിയൊരു ഭക്ഷണവും കൊടുക്കുകയും ഓരോ ഡിസിപ്ലിനിലും കുട്ടികളെ അതിനുള്ള കോച്ചസിനെയും വെക്കുകയാണ് ചെയ്തത്. അന്ന് മുഴുവൻ ഈ NIS കഴിഞ്ഞ കോച്ചസിനെ കിട്ടിയില്ലേ പോലും ഇന്റർനാഷണൽ തലത്തിലുള്ള കായിക താരങ്ങൾ വരെ അന്ന് ഈ പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിലാണ് ഇത് മുന്നോട്ട് പോയത്. അതിൽ നിന്ന് ഉയർന്നു വന്ന ഒത്തിരി താരങ്ങൾ പിന്നീട്, പ്രത്യേകിച്ച് ഇപ്പോൾ കോരിത്തോട് CKMHSSലെ ഒളിമ്പിക് താരങ്ങൾ വരെ അന്ന് ആ സ്കീമിൽ വന്നവരുണ്ട്. അപ്പം അതിനെ നല്ല രീതിയിൽ വന്നെങ്കിൽ പോലും പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനമില്ലാതെ ഇത് നിർത്തിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് ഗവൺമെൻറ്റൊക്കെ മാറിയതോടുകൂടി അവർ മാറ്റം വന്നു. അതുകൊണ്ട് അതിന് വലിയ ഫലം കിട്ടിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ, ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ, പഞ്ചായത്ത് തല സ്പോർട്സ്, അവയുടെ പ്രവർത്തനങ്ങളിൽ ഒരു കാതലായ മാറ്റം വരേണ്ട കാലമായില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് സംസ്ഥാനത്ത് സ്പോർട്സ് കൗൺസിലുണ്ട്. അത് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സ്പോർട്സ് കൗൺസിലും അതിൻ്റെ കീഴിൽ കോച്ചസ്, അതിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബോഡി അതിനെ ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ജില്ലാ തലങ്ങളിലും സ്പോർട്സ് കൗൺസിലുണ്ട്. ഈ സ്പോർട്സ് കൗൺസിലും അതിൻ്റെ തിരഞ്ഞെടുപ്പ് ഒക്കെ ബന്ധപ്പെട്ട് എന്ന് വരുമ്പോൾ കായിക മേഖലയിൽ ബന്ധപ്പെടാത്ത ആളുകളും അതിൻ്റെ ഭരണരംഗത്തേക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ താഴോട്ട് പഞ്ചായത്ത് തലങ്ങളിലേക്കും ഇത് പുനഃസംഘടിപ്പിക്കപ്പെടുന്നതിന് പറയുന്നുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായിക മേഖലയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും കായിക മേഖലയിലുള്ള അതിന് പൂർണ്ണമായി ഇതിനകത്തുള്ളൊരു വിവരമുള്ള, അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ആളുകളും ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കായിക മേഖലയെ പുനഃസംഘടിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. അല്ല, വിവിധ അസോസിയേഷനുകളുടെ ഭാരവാഹികളായിട്ട് സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധമില്ല. അവരൊന്നെങ്കിലും ഒരു ബിസിനസ്സുകാരനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ. അപ്പം ഈ സ്പോർട്സുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ വിവിധ അസോസിയേഷനുകളുടെ തലപ്പത്ത് വരുമ്പോൾ സ്പോർട്സിന് ഗുണകരമാണോ? ഒരിക്കലും അല്ല. കാരണം സ്പോർട്സുമായി ബന്ധപ്പെടാത്ത ആളുകൾ ഇപ്പോൾ പല അസോസിയേഷനിലും മുന്നോട്ട് സിമ്പലിന് വേണ്ടി, ഒരു പദവിക്ക് വേണ്ടി വരും. അപ്പൊ അതിന് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഓരോ ചെറിയ ചെറിയ താല്പര്യങ്ങൾക്ക്, പക്ഷെ അത് നമ്മുടെ സ്പോർട്സിന് അതൊരു നല്ല രീതിയിലുള്ള ഒരു ഇതിലേക്ക് വരുന്നില്ല. കാരണം എങ്ങനെ പറഞ്ഞാലും ആ ഒരു കായിക ഇനത്തെ കുറിച്ച് അതിനുള്ള വിവരം ഉണ്ടാകണമെങ്കിൽ അതിനുള്ളൊരു കായിക താരമോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ ആയിരിക്കണം. ഒരു ചില സമ്പത്തുള്ള ആളുകളുടെ സ്റ്റാറ്റസ് സിമ്പലിനായിട്ട് ഈ അസോസിയേഷനുകളെ മാറ്റിയതല്ലേ ഒരു അപജയം? ഒരു പരിധി വരെ നമുക്കത് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണ് എന്നുവെച്ചാൽ ഈ സമ്പത്തുള്ള ആളുകളാണെങ്കിൽ അതിന്റെ സ്പോൺസർ ആകുന്ന ഒരു ദുരുദ്ദേശത്തോടെയാണ് അങ്ങനെ ആക്കിയത്. പക്ഷെ അത് സ്പോർട്സിനെ ബാധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ മേഖലയിലുള്ളവർ മാത്രമാണ് ശരിക്കും ഇതിലേക്ക് വരേണ്ടത്. അല്ല, തൽപരരായവർക്ക് സ്ഥാനമില്ല. അതെ, തൽപരരായവർ വന്നാലേ നമുക്കൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. മറ്റേ ആളുകൾ ഏകോപനത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ വേറെ
അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അതെ. അപ്പം അത് ഓരോരോ താല്പര്യങ്ങളും രാഷ്ട്രീയ ചിന്തകളും എല്ലാം നമ്മുടെ സ്പോർട്സിനെ താഴോട്ട് തീർച്ചയായിട്ടും സ്പോർട്സിൻ്റെതായ രീതിക്ക് വിട്ട് ഒരു പ്രോത്സാഹനം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനുള്ളൊരു വലിയ മാറ്റം വരുത്താൻ സാധിക്കൂ. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും സ്കൂൾ തലത്തിലും ഈ അനുബന്ധ സൗകര്യങ്ങളുടെ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ. അതിനെ കുറിച്ച് പറയാമോ? അതാണ് ഞാൻ ഇത് പറഞ്ഞത്. നമ്മുടെ സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് പരിശീലനം ഇപ്പോൾ പിന്നെ വലിയൊരു പല സ്ഥലങ്ങളിലും നമുക്കറിയാം ഗ്രൗണ്ട് നോക്കാതെ തന്നെ ഗ്രൗണ്ടിൻ്റെ സൈഡിലും ഗ്രൗണ്ടിലും ഒക്കെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുകയാണ്. കാരണം ഈ ഹയർ സെക്കൻഡറി ഒക്കെ വന്നതോടുകൂടി അപ്പം അതിനുള്ള സൗകര്യം കുട്ടിക്ക് മതിയായി കളിക്കാനും ഓടി നടന്ന് കളിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അവൻ്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കണം. അത് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും അതുപോലുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കുറവ് വരുന്നത് ഈ മേഖലയ്ക്ക് ഒരു വലിയ പ്രശ്നമാണത്. അല്ല, ഇപ്പം പണ്ട് കാലത്ത് ഒരു സ്റ്റേഡിയം ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾ കഴിഞ്ഞാലും മുതിർന്നവർ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പല സ്റ്റേഡിയങ്ങൾക്കും പൂട്ട് വീണു. അതായത് സ്കൂളിന്റെ സ്റ്റേഡിയം ആണെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അതും നമ്മുടെ ഈ ആളുകൾക്ക് വിനോദത്തിന് അല്ലെങ്കിൽ കായികമായ പരിശീലനങ്ങൾക്കുള്ള സൗകര്യം കുറഞ്ഞതും ഈ പറയുന്ന ലഹരിയിലേക്ക് ആളുകൾ തിരിയാൻ ഒരു കാരണമല്ലേ? തീർച്ചയായിട്ടും അതും ഒരു വലിയ ഇതുണ്ട്. കാരണം നമുക്ക് ഈ ഒരു പൊതു സ്റ്റേഡിയം ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ സമയം കഴിഞ്ഞ് അവിടെ മുതിർന്നവർക്ക് വരുന്നതിനും അവർക്ക് കളിയിൽ പങ്കെടുക്കുന്നതിനും അത് ഈ കുട്ടികൾക്കൊരു പ്രോത്സാഹനം കൂടിയാണ്. കാരണം അതിനൊക്കെ ഒരു കുറവ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇതിനൊക്കെ കൂട്ടു വീണു. ആ കൂട്ടു വീണതൊരു ഈ മറ്റ് മേഖലകളിലേക്ക് ഈ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമാണ്. അതൊന്നാമത് സർക്കാരിനേക്കാൾ സർക്കാരിതര ഏജൻസികൾക്കാണ് സ്കൂളുകൾ കൂടുതൽ വന്നതും ഗ്രൗണ്ട് സൗകര്യമുള്ളത്. പക്ഷെ അതെല്ലാം അടച്ചുപൂട്ടുന്ന പ്രശ്നമാണല്ലോ. അത് അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് അടച്ചുപൂട്ടുന്നത്. പക്ഷെ അതും ഇതിൽ സ്പോർട്സിൽ താല്പര്യമുള്ളവരുടെ വാതിലാണ് അടച്ചിടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഒരു നിർബന്ധമാക്കുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തീരുള്ളൂ. നിർബന്ധമായി. കാരണം പാഠ്യപദ്ധതിയിൽ അത് നിർബന്ധമാക്കണം. മാതാപിതാക്കൾക്ക് അത് താല്പര്യം വരും. കാരണം എൻ്റെ കുട്ടി മിനിമം അതിൽ പാസ്സായെങ്കിൽ മാത്രമേ അവൻ SSLC അല്ലെങ്കിൽ അവൻ്റെ മത്സര പരീക്ഷകളിൽ അവൻ പാസ്സാവുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് മാതാപിതാക്കൾക്കും കുട്ടിയെ കളിക്കുന്നതിനോ കളിക്കാൻ വിടുന്നതിനോ ഉള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാ മേഖലയിലും അതിൽ നിന്നും കായിക താരങ്ങളും കൂടുതൽ വരും. കാരണം ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടതിനേക്കാളും വലിയ താരങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരിക്കാം. കാരണം ഇത് നിർബന്ധമല്ല, ഇത് വേണ്ടിയൊരു മതി എന്ന് പറയുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാനോ അവൻ്റെ കഴിവിനെ കണ്ടുപിടിക്കാനോ സാധിച്ചിട്ടില്ല. അപ്പം നിർബന്ധമായ ഒരു പാഠ്യപദ്ധതിയിൽ നിർബന്ധമായി കായിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തണം. അതിന് മതിയായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ നിയമിക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കേരളത്തിലെ ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, അതായത് സ്കൂൾ മേഖല ഈ മയക്കുമരുന്ന് മറ്റ് രീതിയിലുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ല, ഇപ്പം നമ്മൾ മയക്കുമരുന്നിനെതിരെ ഡാൻസ് നടത്തി, ചടങ്ങ് നടത്തി, ഒരു പ്രചരണം നടത്തി പോവല്ലോ. ഫലപ്രദമായ ഒരു കാര്യം നടക്കുന്നില്ല. ആർക്കോ വേണ്ടി, ആരെയോ ഒപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ബഹളങ്ങളിൽ ഇപ്പൊ നടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത് ആദ്യമേ, ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത്, സൂംബ ഡാൻസിന് ഞാനെതിരല്ല. കാരണം സൂംബ ഡാൻസ് പൊതുവായി ഒരു ഇത് വെച്ചിട്ട് കുട്ടികളെ മാസമായിട്ട് അവർ ഡാൻസ് ചെയ്യുന്നു. അവർക്കൊരു മാനസിക ഉല്ലാസത്തിനൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇതൊരു തുടർ നടപടിയായിട്ട് കുട്ടിക്ക് ആരോഗ്യപരമായി ഇത് കിട്ടുന്നതിനുള്ളൊരു സംവിധാനം അതിനകത്ത് നടക്കുകയില്ല. അതിനാണ് കായിക പരിശീലനം നിർബന്ധമാക്കുക. ഇനി ദേവസ്യ സാർ എന്ന് പറഞ്ഞ കായിക അധ്യാപകൻ എങ്ങനെ ഉണ്ടായി എന്നും കൂടെ ഒന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അതായത് സാറിന്റെ ജന്മനാട്, അതിനെ കുറിച്ചൊന്ന് പറയാം. ഞാൻ തൊടുപുഴക്കാരനാണ്. തൊടുപുഴ തൊമ്മൻകുത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. കാളിയാർ സെൻറ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും SSLC പാസ്സായി. അതിനുശേഷം അന്ന് തന്നെ കായിക താരമായിരുന്നു. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു കായിക താരമായിരുന്നു. വോളിബോൾ കളിക്കുമായിരുന്നു, അതോടൊപ്പം തന്നെ അത്ലറ്റിക്സിലും. പിന്നെ ഞാൻ വന്നത് ന്യൂമാൻ കോളേജിലാണ്. പ്രീ ഡിഗ്രി പഠനകാലം ന്യൂമാൻ കോളേജിലായിരുന്നു. അപ്പോൾ നല്ല വോളിബോൾ ടീം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാ വോളിബോൾ ടീമും ഒക്കെ ആയിരുന്നു. 1980 ഞാൻ ഇവിടുന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ ചേർന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ ചെന്നപ്പോഴും
അവിടെയും കേരളത്തിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളാണ് നമ്മുടെ പഠനത്തിനായി വന്നത്. അപ്പം നല്ല 2 വർഷത്തെ പഠനം കൊണ്ട് നല്ല രീതിയിൽ അവിടുന്ന് പാസ്സായി ഇറങ്ങി. 982 അവിടുന്ന് പാസ്സായി ഇറങ്ങി. ആ സമയത്ത് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഹൈ ജമ്പ്, വോളിബോൾ ഈ ഇനങ്ങളിലൊക്കെ നന്നായിട്ട് സംസ്ഥാന തലത്തിൽ പെർഫോം ചെയ്യുന്ന സമയം. അത് കഴിഞ്ഞ് ഞാൻ 82 തന്നെ പാറത്തോട് സെൻറ് ജോർജ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലിയിൽ കയറി. അവിടെയും നല്ല ഒരു കായിക നിരയെ വളർത്തിയെടുക്കുന്നതിന് സാധിച്ചു. 84 സർക്കാർ സർവീസിലേക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ കോട്ടയം ജില്ലയിൽ ചെല്ലുന്നത്. 84 ചെന്ന് കുഴിമാവ് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു ആദ്യം, പോരുത്തിനോട് അടുത്തുള്ളത്. അത് കഴിഞ്ഞ് 94 കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിലേക്കാണ് ഞാൻ വരുന്നത്. ആ കാലഘട്ടം മുതൽ കായിക രംഗത്ത് ഒത്തിരിയേറെ കുട്ടികൾ അവിടുന്ന് വന്നിട്ടുണ്ട്. അന്തർദേശീയ തലങ്ങളിലേക്കുള്ള കുട്ടികൾ എടുത്തു പറയാനുള്ള ഒത്തിരി ഇന്ന് ആ കുട്ടികളെല്ലാം രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായി അന്ന് കോഴിത്തോട് വലിയൊരു മുന്നേറ്റം നടത്തുന്ന സമയമാണ്. ആ കോഴിത്തോടിൻ്റെ തൊട്ട് താഴെ ഗവൺമെൻറ് സ്കൂളാകുമ്പോൾ ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു, എങ്കിൽ പോലും അവരുടെ തൊട്ട് താഴെ എൻ്റെ കുട്ടികളും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലൊക്കെ വരുന്ന രീതിയിലാണ്. അങ്ങനെ തുടർന്ന് പോകുന്നു. ആ സമയത്താണ് ഈ സ്പോർട്സിൻ്റെ ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ട് പോയതും ടോട്ടൽ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഒക്കെ ദേശീയ തലത്തിലുള്ള സ്കൂൾ ടീമിൻ്റെ പരിശീലനമായിട്ട് പോയതൊക്കെ ആ സമയത്താണ്. 2013 ഞാൻ റിട്ടയർ ചെയ്തു. 2012 എനിക്ക് ഏറ്റവും ദേശീയ അധ്യാപക അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഈ കോരൂത്തോടും കാഞ്ഞിരപ്പള്ളിയുള്ള മത്സരത്തിൽ തോമസ് മാഷും സാറും ആണല്ലോ 2 സ്ഥലത്തെ ആളുകൾ. തോമസ് മാഷുമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. തീർച്ചയായിട്ടും തോമസ് മാഷും ഞാൻ 1984 ചെല്ലുന്ന ആ കാലം കൊണ്ടത് ഞങ്ങൾ രണ്ടും തൊടുപുഴക്കാരാണ്. അപ്പോൾ വളരെ അടുത്ത സ്കൂളുകളിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നമുക്കൊരു മാതൃകയാക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വളരെ ഇതായിട്ട് വളരെ സാധാരണയുള്ള ഒരു പ്രദേശമാണ് കോരൂത്തോടെന്ന് പറയുന്നത്. ഒരു മലമ്പ്രദേശമാണ്. അവിടെ നിന്നൊക്കെ കണ്ടമാനം കായിക താരങ്ങളെ നമുക്ക് എണ്ണാൻ പറ്റുന്ന അതിലപ്പുറം കായിക താരങ്ങളെ പുള്ളി വളർത്തിയെടുത്തു. അത് കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്ത കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് സ്കൂളിൽ വെച്ചാണ് ഈ പ്രാഥമിക മത്സരങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വരികയും പ്രധാനമായി അന്ന് വരുമ്പോൾ ഒരു സംസ്ഥാന മത്സരം നടക്കുന്ന ഒരു പ്രതീതിയാണ് അന്നുള്ളത്. കാരണം എൻ്റെ കുട്ടികളും ദേശീയ തലത്തിലുള്ള കുട്ടികളുണ്ട്. ഈ ജില്ലാതല മത്സരങ്ങളിൽ വളരെ ഒരു കുട്ടികൾ തമ്മിൽ നല്ല മത്സരം. പക്ഷെ ഞങ്ങളുടെ ആ സ്നേഹബന്ധം ഇന്നും തുടർന്ന് തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ കുടുംബത്തെക്കുറിച്ചും ഭാര്യ മക്കളെന്ന് പറയാം. എനിക്ക് 2 പെൺമക്കൾ. എൻ്റെ ഭാര്യ അധ്യാപികയായിരുന്നു. അവള് ഉടുമ്പന്നൂർ സെൻറ് ജോർജ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. പേര് ജെസി തോമസ്. 2 പെൺകുട്ടികളാണ്. മൂത്ത മകള് അവള് നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാണ്, ബെറ്റ്സി. രണ്ടാമത്തെ മോള് മോനിക്ക. അവള് ബാസ്കറ്റ്ബോൾ താരമായിരുന്നു. അവള് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്കും ഒക്കെ കളിച്ചിട്ടുണ്ട്. അതിനുശേഷം അവൾ BEd പഠനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഐപ്പ് മെമ്മോറിയൽ സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. സാർ ഇപ്പോഴും ഈ പറഞ്ഞ പരിശീലന നിലയിൽ ഇപ്പം റിട്ടയർമെന്റ് ആയ സമയത്ത് കരിമണ്ണൂര് ഈ പറഞ്ഞ റിട്ടയർ ചെയ്ത ആളുകൾക്ക് വേണ്ടി എന്തോ ഒരു പദ്ധതി നടത്തുന്നുണ്ട്, പറയാമോ? ഉണ്ട്. ഞങ്ങൾ ഒരു സീനിയർ സിറ്റിസൺ അസോസിയേഷൻ കരിമണ്ണൂർ. ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്. ഞങ്ങൾ രാവിലെ 5:30 മുതൽ 6:30 വരെ ഈ സീനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കായികമായ പരിശീലനം എന്നല്ല, ഒരു കായിക പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ 1 മണിക്കൂർ നേരം യോഗയും എല്ലാം കൂടി ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എല്ലാവർക്കും ഉള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിലെ 86 വയസ്സ് വരെ ഉള്ളവരുണ്ട്. അവർക്കെല്ലാം വളരെ സന്തോഷമായിട്ട് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീടുകളിൽ ഒരു ഒറ്റപ്പെടൽ പോലെയുള്ളവർക്ക് ഒരു ആശ്വാസം ഈ പുതിയ പ്രോഗ്രാം. തീർച്ചയായിട്ടും. കാരണം ഒന്നാമത്തെ പ്രശ്നം ഇന്നത്തെ രീതിയിലെ ഈ ജീവിതശൈലി രോഗങ്ങൾ കണ്ടമാനമുണ്ടല്ലോ. അപ്പോൾ അതിലൊന്നും ഉൾപ്പെടാതിരിക്കുക മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഉള്ള ഈ ചെയ്യുന്നതോടുകൂടി അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും സന്തോഷകരമാണ് അവർ. നല്ലൊരു കൂട്ടായ്മയായി മാറുന്നുണ്ടല്ലോ ഇത്. തീർച്ചയായിട്ടും ഉണ്ട്. ആളുകളുടെ അടുപ്പം നല്ല കൂട്ടായ്മയായിട്ട് മാറുന്നുണ്ട്. എന്തായാലും സ്പോർട്സിനെ സ്നേഹിച്ച, സ്പോർട്സിൽ ദീർഘനാൾ പ്രവർത്തിച്ച, ഇപ്പോഴും സ്പോർട്സിനെ നെഞ്ചിലേറ്റി നടക്കുന്ന ദേവസ്യ സാറ് നമ്മുടെ സംസ്ഥാനത്തെ
കായിക മേഖലയെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അത് വിവാദമാകുന്നു. ഈ പലതും നടപ്പിലാകാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാം വിവാദം എന്നുള്ളതാണ്. അപ്പം കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും അതിനെയും വിവാദമാക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തും ഏതും വിവാദമായ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ എന്തെല്ലാം മാറ്റങ്ങൾ വേണമെന്ന കാര്യമാണ് ദേവസ്വം സാർ നമ്മോട് പറഞ്ഞത്. ഇത്രയും നേരം BBC വർത്തമാനം സഹകരിച്ച ദേവസ്വം സാറിന് നന്ദി.